ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 17. അവന്റെ മകൻ യെഹോശാഫാത്ത് അവന്റെ സ്ഥാനത്ത് രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ ശക്തനായി തീർന്നു. അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലെല്ലാം സൈന്യങ്ങളെ നിർത്തി യഹൂദാദേശത്തും തന്റെ പിതാവായ ആസാ പിടിച്ച എഫ്രയീം പട്ടണങ്ങളിലും അധികാരികളെയും ആക്കി. യെഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയും ചെയ്തതിനാൽ കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു. കർത്താവ് അവന് സ്ഥാനം ഉറപ്പിച്ചു കൊടുത്തു. എല്ലാ യഹൂദയും യെഹോശാഫാത്തിന് കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. അവന്റെ ഹൃദയം കർത്തൃമാർഗങ്ങളിൽ ചേർന്ന് അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും യഹൂദ്യയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാൻ ബെൻഹയിൽ, ഓബദ്യാം, സക്കറിയ, നദാനിയേൽ, മിഖാ എന്നീ തന്റെ പ്രഭുക്കന്മാരെയും അവരോടുകൂടെ ശമയ, നെഥന്യാം, സെബദ്യ, അസായേൽ, ഷെമീറമോത്ത്, യഹോനാഥാൻ, തോനിയ, തോബിയ, തോബ്, അദോനിയ എന്നീ ലേവ്യരെയും അവരോടുകൂടി എലീശാമ, യഹോരാം എന്നീ പുരോഹിതന്മാരെയും അയച്ചു. അവർ യഹൂദിയിൽ ഉപദേശിച്ചു. ദൈവത്തിന്റെ ന്യായപ്രമാണ ഗ്രന്ഥവും അവരുടെ കൈവശമുണ്ടായിരുന്നു. അവർ യഹൂദ നഗരങ്ങളിലെല്ലാം സഞ്ചരിച്ച് ജനത്തോട് ഉപദേശിച്ചു. ദൈവത്തെക്കുറിച്ചുള്ള ഭീതി യഹൂദയ്ക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലെ സകല രാജ്യങ്ങളിലും വീണിരുന്നതിനാൽ അവർ യഹോശാഫാത്തിനോട് യുദ്ധം ചെയ്തില്ല. ഫെലിസ്ത്യ നഗരങ്ങളിൽ നിന്നും യഹോശാഫാത്തിന് കാഴ്ചയും കപ്പമായി വെള്ളിയും കൊണ്ടുവന്നു. അരാബ്യരും അവന് 7700 ആട്ടുകൊറ്റനും 7700 വെള്ളാട്ടുകൊറ്റനുമുള്ള ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്നു. യഹോശാഫാത്ത് മേൽക്കുമേൽ പ്രബലനായി. യഹൂദയിൽ കൊട്ടാരങ്ങളും സംഭരണ നഗരങ്ങളും പണിതു. അവന് യഹൂദ ദേശത്ത് വളരെ സമ്പാദ്യമുണ്ടായിരുന്നു. ശൂരരായ യോദ്ധാക്കൾ യെരൂശലേമിലുണ്ടായിരുന്നു. പിതൃഭവനമായുള്ള അവരുടെ എണ്ണം യഹൂദയുടെ സഹസ്രാധിപന്മാർ. അജ്ഞാപ്രഭു അവനോടുകൂടെ 3,00,000 വീരന്മാർ. അവനെ തുടർന്ന് യഹോഹാനാൻ പ്രഭു അവനോടുകൂടെ 2,80,000 പേർ. അവന്റെ പിന്നാലെ സ്വയം മനഃപൂർവമായി കർത്താവിനു സമർപ്പിച്ച സിക്രിയുടെ മകൻ അമസ്യ, അവനോടുകൂടി 2,00,000 പരാക്രമശാലികൾ. ബെന്യാമീനിൽ നിന്ന് യുദ്ധവീരന്മാരായ എല്യാദ അവനോടുകൂടെ വില്ലും പരിചയും ധരിച്ച 2,00,000 പേർ. അവന്റെ പിന്നാലെ യഹോസാബാദ് അവനോടുകൂടെ യുദ്ധസന്നദ്ധരായ 1,80,000 പേർ. രാജാവ് യഹൂദയിലെല്ലാം ഉറപ്പുള്ള പട്ടണങ്ങളിൽ ആക്കിയിരുന്നവരെ കൂടാതെ രാജാവിന് സേവ ചെയ്തു വന്നവർ ഇവരായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.